ഭാഗവതത്തിന്റെ ഏറ്റവും മനോഹാരിത തുളുമ്പുന്നതായിട്ടുള്ള വൃന്ദാവന ലീലകളിലൂടെയാണ് നമ്മൾ ഇപ്പോ യാത്ര ചെയ്യുന്നത്. ഗോപികമാര് ഭഗവാന്റെ മോഹനമായിട്ടുള്ള രൂപം, ജഗൻ മോഹനം, ലോകത്തെ തന്നെ തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മോഹിപ്പിക്കുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ രൂപത്തെ പ്രപഞ്ചങ്ങൾ പോലും അവിടുന്ന് അടുക്കുന്നു. എന്തേ ഈ പ്രപഞ്ചങ്ങൾ പോലും അടുക്കാൻ കാരണം? യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഈ ഈശ്വരൻ എന്നുള്ളത് വേറെയാണെന്നുള്ളത് തോന്നലാണ് നമുക്ക്, അല്ലെ? പ്രകർഷേണയുള്ള പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതാണ് യഥാർത്ഥത്തിൽ ഈ ശരീരം എങ്കിൽ, ഇവിടെ കാണുന്നതായിട്ടുള്ള പൃഥ്വി ആയാലും ജലമായാലും വായു ആയാലും ആകാശമായാലും അഗ്നി ആയാലും ഒക്കെ തന്നെ ആരാണ്? എല്ലാം ഈശ്വരനാണ്, അല്ലെ? നമ്മൾ പ്രത്യേകം അവര് വായുദേവൻ, അതുപോലെ അഗ്നിദേവൻ, ഇങ്ങനെയൊക്കെ പ്രത്യേകം നമ്മൾ ആരാധിക്കാറുണ്ടെങ്കിൽ പോലും, എന്നാൽ ഈ പറഞ്ഞതായിട്ടുള്ള 5 ഭൂതങ്ങള് ചേർത്ത് വെച്ചതായിട്ടുള്ള സൃഷ്ടി, അത് എല്ലാത്തിലും ഒരുപോലെയാണ്. ഏത് ചരാചരങ്ങളിലും ഈ ഒരു ഭൂതാത്മകമായിട്ടുള്ളതാണ്. ഇതെന്താണ് യഥാർത്ഥത്തില്? ഇത് ഭഗവാന്റെ തന്നെ, അല്ലെ, അംഗമാണ് യഥാർത്ഥത്തില്. ഭഗവാൻ തന്നെയാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാന് ഈ പ്രപഞ്ചത്തോട് ഇത്ര കണ്ട് ഒരു ബന്ധം വരുന്നത്. അവിടെ ചരമെന്നോ അചരമെന്നോ ഒരു വ്യത്യാസം അവിടെ ഉണ്ടാകുന്നില്ല. ഇപ്പം ജീവനുള്ളത് ജീവനില്ലാത്തവ അങ്ങനെയില്ല. എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഒരു പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് എങ്കിൽ, ആ ഒരു ശാരീരം എല്ലാവർക്കും ഒരുപോലെ ആയതുകൊണ്ടാണ് എല്ലാത്തിനോടും ഭഗവാന് ഒരേ രീതിയിൽ സമഭാവനയിലൂടെ അവിടെ ബന്ധം കാണിക്കുന്നത്. ഇവിടെ ഗോപികമാര് തൻ്റെ ആ നിർഭാഗ്യങ്ങളെയൊക്കെ എടുത്തവർ പറയുക, അല്ലെ? നമുക്കും അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ മോഹങ്ങള് മറ്റുള്ളവർ അനുഭവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്തായി? നമുക്കൊരു അസൂയ തോന്നും അവരോട്. ഭഗവാന്റെ അടുത്ത്, അല്ലെ, എപ്പോഴും ആ തൃച്ചുണ്ടിനോട് ചേർന്നിരിക്കുന്നതായിട്ടുള്ള ഓടക്കുഴലിനോട് പോലും അസൂയ. ആലോചിച്ച് നോക്കൂ, എന്തിനുള്ള അസൂയാണ് യഥാർത്ഥത്തില്? ഭഗവാനെ, അല്ലെ, സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലല്ലോ ഞങ്ങൾക്ക്. അസൂയയില്ല ഗോപികമാർക്ക്. ഗോപികമാരുടെ അസൂയ എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ എന്താണ്, അല്ലെ? വേദവ്യാസ മഹർഷി അവിടെ സനകാദികൾക്ക് കാമാനുജൻ ഉണ്ടായി എന്നാ പറയാ. ദേഷ്യം എന്നത് പറയാൻ ബുദ്ധിമുട്ടാണ് അവിടെ. എന്ന് പറഞ്ഞാൽ ഗോപികമാർക്ക് ഇവിടെ അസൂയയല്ല ശരിക്ക്, പിന്നെന്താണ്? ഒരു വിഷമം. ആ ഓടക്കുഴലിൽ ഒരു സ്ഥാനം ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ നോക്കൂ, അവിടെ എത്ര കണ്ട്, അല്ലെ, ആ ദാസഭാവത്തിലേക്ക് താന്നുപോയി. അവിടെ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ആ തോൾവളകളോടും അതുപോലെ ആ മുല്ലമാലകളോടും ആ മാല, അല്ലെ, കോർത്തതായിട്ടുള്ള നാരിനോട് പോലും തന്നെക്കായാലൊക്കെ എത്രയോ ഉയരത്തിലാണ് നിങ്ങൾ എന്ന് ഉള്ള ഒരു ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ എളുപ്പമല്ല. അവിടെ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ഒരു കമ്പിനോട് പോലും അത്ര കണ്ട് പോലും തനിക്ക്, അല്ലെ, ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായില്ലല്ലോ എന്നുള്ള ആ ഒരു വിനയഭാവം എത്തണമെങ്കിൽ അത് ഭക്തിയിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് പറയാം. എന്തായാലും ഇവിടെ ആ ഇന്നലെ പറഞ്ഞത് ഭഗവാന്റെ, അല്ലെ, ഐമുരളി മുകുന്ദസ്മേര വക്രാരവിന്ദശ്വസന മധുരസജ്ഞത്വാം പ്രണമ്യാദ്യായാചേ അധരമണി സമീപം പ്രാപ്തവത്യാം ഭവത്യാം കഥയരഹസി കർണേ മദ്ദശാം നന്ദസൂനോ. അല്ലെ, ആ ഓടക്കുഴലിനോടുള്ള ഒരു കുശലം പറയലായിരുന്നു. പിന്നീട് വൃന്ദാവനത്തിന്റെ ഭാഗ്യം, ഈ ഭഗവാന്റെ തൃപ്പാദങ്ങൾ പതിച്ചതായിട്ടുള്ള ഈ പ്രദേശം പോലും ഇന്ന് വൃന്ദാവനം എന്നുള്ളൊരു അവസ്ഥയിലേക്ക്, ആ വൃന്ദാവനത്തിന് ഇത്ര കണ്ട് ശ്രേയസിലേക്ക് തലയുയർത്തി നിൽക്കാൻ കാരണം എന്താണ്? ഭഗവാന്റെ പാദസ്പർശം.
അപ്പം ഭഗവാന്റെ പാദസ്പർശം കിട്ടിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇന്നും നമുക്ക് വൃന്ദാവനത്തിൽ ചെന്നാൽ ഈ ഒരു അനുഭൂതി നമുക്ക് ഉണ്ടാവുന്നു. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, കാലങ്ങള്, ദേശ കാല അല്ലെ, ഇതൊന്നും ദിഗ്ദേശ കാല ഇതൊന്നും അവിടെ ബാധിക്കുന്നില്ല വൃന്ദാവനത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് നമ്മൾ പറയും കാലങ്ങളൊക്കെ മാറിപ്പോയി, വികസിച്ചു അല്ലെ, നമ്മളുടെ രാജ്യങ്ങളൊക്കെ എവിടെ വികസിക്കുന്നു? എത്രയൊക്കെ വികസിച്ചു, എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നെങ്കിൽ പോലും ഇന്നും നമുക്ക് അന്നത്തെ ആ ഒരു ഗ്രാമീണ സുഖം അനുഭവിക്കണമെങ്കിൽ വൃന്ദാവനത്തിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഒന്ന് കളിയാക്കും അല്ലെ, എങ്ങനെ അവിടെ ഇപ്പോഴും അവരൊന്നും ഉണർന്നിട്ടില്ല, അവര് ചാണകം വീഴുന്ന സ്ഥലത്താണ് കിടക്കുന്നത്, ടൈല് വന്നത്, ഇറ്റാലിയൻ മാർബിൾ വന്നതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പരിഹസിക്കാനുള്ളത് മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഒരു ആനന്ദത്തെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു കൊണ്ടുപോവുക എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ പ്രകൃതിയിൽ നിന്നും വിട്ട് നമ്മൾ പോകുന്നു അല്ലെ. ആലോചിച്ച് നോക്കൂ, നമ്മള് ഇന്ന് ഇത്ര കണ്ട് യാന്ത്രികമായിട്ടുള്ള യന്ത്രവൽകൃതമായിട്ടുള്ള ഒരു മെക്കാനിക്കൽ ലൈഫിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എത്ര കണ്ട് പ്രകൃതിയിൽ നിന്നും നമ്മൾ വിട്ട് മാറി നിൽക്കുന്നു എന്ന് ആലോചിച്ചോളുക. മറ്റത് അങ്ങനെയല്ല. പ്രകൃതി തന്റെ ജീവൻ എന്നുള്ള രീതിയിൽ അവര് ആ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് മഹത്വം. അവിടെ ഇപ്പൊ എന്തായി, ഇപ്പം എത്രയൊക്കെ വികസിത രാജ്യങ്ങളായിട്ടുള്ള പുറം രാജ്യങ്ങളിലുള്ളവർ പോലും ഇന്ന് നമ്മളുടെ ആ പൈതൃക സംസ്കാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ആലോചിച്ച് നോക്കുക, വേദങ്ങള് അവര് മനസ്സിലാക്കാൻ തുടങ്ങി. അവിടെ നമ്മളുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയതായിട്ടുള്ള ആ കാലഘട്ടങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. നമ്മളിപ്പോഴും എന്തായി, നമ്മളിപ്പോഴും അതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മള് യഥാർത്ഥത്തിൽ നമ്മൾ അറിയുന്നില്ല. അവിടെ എന്തായാലും ആ വൃന്ദാവനത്തിന്റെ ഒരു മഹാത്മ്യം. പിന്നെയോ ധന്യാത്മമൂഢമതയോ ബിഹരിണ്യ ഏതാ യാനന്ദനന്ദനമുപാത്ര വിചിത്രവേഷം ആകർണ്യവേണുരണിതം സഹ കൃഷ്ണസാരാ പൂജാം ദുർവിരചിതാം പ്രണയാവലോകേ. എല്ലാവരുടെയും ഉള്ളില് ഈ ഒരു മന്മഥത്വം അല്ലെങ്കിൽ ആ ഒരു ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള ആത്മനിവേദനം എന്നതായിട്ടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു പ്രേമം ത്തോടുകൂടിയാണ് ഭഗവാൻ അവരെയൊക്കെ അവിടുന്ന് ആ മാൻപേടകളെ പോലും അല്ലെ, അവരുടെയൊക്കെ ആ പ്രണയ രീതിയിലുള്ള ആ ഒരു ആനന്ദത്തെ പകർന്നുകൊണ്ട് വൃന്ദാവനത്തിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ഒരു ആനന്ദം അവർക്ക് അല്ലെ. നമുക്കറിയാം എങ്ങനെയാണോ നമ്മൾ മധുവിധു ആഘോഷിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരങ്ങള് പുതിയ രണ്ട് സംസ്കാരങ്ങളിൽ നിന്ന് വന്നു ചേർന്ന് ഒരു ഒന്നിലേക്ക് എത്തുന്ന സമയത്ത് രണ്ടുപേർക്കും ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു വികാരം, അതൊക്കെയാണ് പറയുന്നത്. ആ ഏകദേശം 1 വർഷത്തിനകം തന്നെ ഒരു പ്രജയെ നമ്മൾ തയ്യാറാക്കണം. വേറൊന്നുകൊണ്ടല്ല, എന്താണ് അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു മധുവിധു ആഘോഷം തന്നെ വെച്ചിരിക്കുന്നത്. അതാണ് ഈ ഒരു ഉത്സാഹത്തിന്റെ വ്യാപാരങ്ങളെ കൂട്ടിച്ചേർത്ത് വരുന്നതായിട്ടുള്ള ഒരു പ്രജ എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ശുദ്ധമായിട്ടുള്ള ഒരു പ്രജയായിട്ട് നമുക്ക് അതിനെ സ്വീകരിക്കാൻ സാധിക്കും. അപ്പോ അങ്ങനെയുള്ള ആ ഒരു സറണ്ടറിങ് അല്ലെങ്കിൽ ആ ഒരു ആത്മനിവേദനം എന്നുള്ള ഒരു പ്രേമഭാവമാണ് എല്ലാവർക്കും ഭഗവാൻ അവിടെ കൊടുക്കുന്നത്. എങ്ങോട്ടുള്ള പ്രേമഭാവം? അത് ഭഗവാനിലേക്ക് തന്നെ എത്തിക്കുന്ന രീതിയിലേക്ക് മാൻപേടകളായാലും മയിലുകളായാലും മറ്റ് മൃഗങ്ങളൊക്കെ ആയാൽ തന്നെയും ഭഗവാനിലേക്ക് തന്നെ അടുപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ആ വൃന്ദാവനം വിശേഷ ബുദ്ധി ഇല്ലാത്തവരാണെങ്കിൽ പോലും ആ മാൻപേടകളൊക്കെ എങ്ങനെയാണോ തൻ്റെ ഭർത്താക്കന്മാരോട് തനിക്കുണ്ടാകുന്ന ആ ആനന്ദത്തെ അവിടുന്ന് അനുഭവിക്കുന്നത്, അതേപോലെ തന്നെ ആ മാൻപേടകൾ പോലും തൻ്റെ അല്ലെ ആ ഇണകളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഒരു ആനന്ദത്തെ ഭഗവാന്റെ കടാക്ഷ വീക്ഷണങ്ങളിലൂടെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞത് വരെയായിരുന്നു നമ്മൾ പിന്നീട് 12ാമത്തെ ശ്ലോകം. കൃഷ്ണം നിരീക്ഷ്യ വനിതോത്സവരൂപശീലം ശ്രുത്വാ ച തൽപുണിത വേണു വിചിത്രഗീതം ദേവ്യോ വിമാനഗതയ സ്മരനന്നസാരാ ഭ്രശ്യൽ പ്രസൂനകപരാ മുഹുർവിനീവ്യ. ഇനി പറയാണ് അവിടെ
ആകാശ മാർഗത്തിലൂടെ വിമാനത്തിലൂടെ പോകുന്നതായിട്ടുള്ള ദേവസ്ത്രീകൾ പോലും ഭഗവാന്റെ ഈ ഒരു വേണുഗാനം കേട്ടതോടുകൂടി എല്ലാം മറന്ന് അവർ ഇവിടെ നിൽക്കുന്നു. നോക്കൂ, പ്രപഞ്ചത്തെ മുഴുവൻ നിശബ്ദമാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ വേണുഗാനം. അപ്പൊ ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ ദേവിമാരെ അവിടുന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഗോപികമാര് പറയുകയാണ്, ആ കൃഷ്ണം നിരീക്ഷ്യ വനിതോത്സവരൂപശീലം ബിഭ്രൾ അല്ലെ വാസ കനകകപിശം വൈജയന്തിം ചമാലാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു വേണുഗാനം കണ്ടതോടുകൂടി ആ ദേവസ്ത്രീകൾ മുഴുവൻ അവിടുന്ന് നിരീക്ഷിച്ചു നിന്നു. അവരുടെ പോലും ലക്ഷ്യബോധത്തെ പോലും വിട്ടുകൊണ്ട് ഭഗവാനിലേക്ക് ആകർഷിക്കുന്നു. അവിടെ അങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് അവരുടെ ആ ലക്ഷ്യത്തെ വിടുന്നു. അങ്ങനെ വിമാനചാരിണികളായിട്ടുള്ള ദേവസ്ത്രീകള് ആ ശ്രദ്ധ മുഴുവൻ ഭഗവാനിലേക്ക് കൊണ്ടുവന്ന് ആ തങ്ങളുടെ മുടിയിലുള്ള പുഷ്പങ്ങൾ മുഴുവൻ അടർന്നു പോകുന്നത് പോലും അവരറിയുന്നില്ല. വൃത്തിയായിട്ട് മുല്ലപ്പൂക്കളൊക്കെ കെട്ടിയൊക്കെ വെച്ചതാണ്, സ്ലൈഡൊക്കെ കുത്തി അത് പോകാതിരിക്കാൻ വേണ്ടി വെച്ചതാണ്. പക്ഷേ അത് അഴിഞ്ഞു പോകുന്നു. അതുപോലെയോ എല്ലാം മറന്നുകൊണ്ട് താൻ ഉടുത്ത വസ്ത്രങ്ങൾ പോലും അറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു ഭഗവാന്റെ വേണുഗാനം. നോക്കൂ, ആ എങ്ങനെയാണ് ഈ വേണുഗാനത്തിന്റെ മഹത്വം എന്താണ്? ഭഗവാനിൽ കൂടി ഉണ്ടാകുന്നതായിട്ടുള്ള ആ നാദബ്രഹ്മം, ആ യഥാർത്ഥമായിട്ടുള്ള ശുദ്ധബ്രഹ്മം അല്ലെ കാതുകളെ ശുദ്ധമാക്കുന്നു, ആ ഭഗവാന്റെ രൂപത്തെ കണ്ണുകളെ ശുദ്ധമാക്കുന്നു. പിന്നെ എവിടെയാണ് പിന്നീട് ഈ തൻ്റെ ഈ ശരീരബോധങ്ങളെ പോലും ഭഗവാൻ അവിടുന്ന് ഇല്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഹേ ഗോപികളെ നോക്കൂ, ആ ദേവസ്ത്രീകൾക്ക് ഉണ്ടായതായിട്ടുള്ള ഒരു അവസ്ഥ. പിന്നീടോ ദേവ്യോ വിമാനഗതയ സ്മരനുന്നസാരാഹ ഭ്രശ്യൽ പ്രസൂനകബര മുമുഹുർവിനീവ്യാം. പിന്നീട് പറയുന്നു പശുക്കളുടെ കാര്യം എന്താണ്? ഗാവശ്ച കൃഷ്ണമുഖ നിർഗത വേണുഗീത പീയൂഷമുത്തഭിത കർണപുടൈ പിബന്ധ്യ ശാവാസ്നുതസ്തനപയഃ കവലാസ്മദസ്ഥൂ ഗോവിന്ദമാത്മനി ദൃശാശ്രുകലാസ്പൃശന്ധ്യ. പശുക്കളെ നോക്കിക്കഴിഞ്ഞാലോ അവരുടെ ഉള്ളിലും കണ്ണീര് കാണാൻ സാധിക്കുന്നു അല്ലെ. നമ്മള് ഈ ഒരു വയനാട്ടിലെ ഒരവസ്ഥയിൽ നമ്മൾ കണ്ടു, ഒരു ആനക്കൊമ്പന്റെ കണ്ണീര് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും? ഈ മനുഷ്യന് മാത്രമേ ഉള്ളോ വിവേകം? സംശയമായി തുടങ്ങി. ഇപ്പൊ വിവേകം ഇല്ലാത്ത മനുഷ്യനാണോ എന്നാ സംശയം. മൃഗങ്ങൾക്കും പിന്നെ വിവേകം ഉണ്ടെന്ന് തോന്നുക ഇപ്പൊ വിവേകം ഇല്ലാത്ത മനുഷ്യനാണെന്ന് തോന്നുക. അപ്പൊ ഇവിടെ പശുക്കുട്ടികൾ പോലും, ആ പശുക്കളും പശുക്കുട്ടികളും ഒക്കെ ആനന്ദ അശ്രുക്കളെ പൊഴിച്ചുകൊണ്ട് ആ കണ്ണന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നു. കണ്ണന്റെ വേണുഗാനം ഇവരുടെ ഉള്ളിൽ നാദബ്രഹ്മമായിക്കൊണ്ട് ആ കാതുകളെയൊക്കെ ശുദ്ധമാക്കിക്കൊണ്ട് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളിലുള്ളതായിട്ടുള്ള എല്ലാ ദുഷിച്ചതായിട്ടുള്ള മാലിന്യങ്ങളും അവരുടെ കണ്ണുകളിലൂടെ പുറത്തേക്ക് ധാരധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾക്കൊക്കെ ദുഃഖം വരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്നും ഉള്ള ആ മാലിന്യമായിട്ടുള്ള അല്ലെ, മലിനമാണല്ലോ ശരിക്കും നമ്മളുടെ ഉള്ളിൽ നിന്നും വിസർജിക്കുന്നതായിട്ടുള്ള ഏതും. അപ്പോ ആ കാതിലൂടെ വേണുഗാനം കേട്ടതോടുകൂടി, അതുപോലെ തന്നെ കണ്ണിലൂടെ ഭഗവാന്റെ ആ രൂപത്തെ കാണുന്നതോടുകൂടി അവരുടെ ഉള്ളിൽ നിന്നും മാലിന്യങ്ങളെ പുറത്തേക്ക് കളയുന്ന രീതിയിൽ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ പശുക്കുട്ടികള് ഗാവശ്ച കൃഷ്ണമുഖ നിർഗത വേണുഗീത പീയൂഷം ഉത്തഭിത കർണപുടൈ പിബന്ധ്യ. അവിടുന്ന് ആ കർണങ്ങളെ കൊണ്ട് അതെല്ലാം വേണ്ട രീതിയിൽ പീയൂഷമായിട്ട് അല്ലെ, തേൻ പോലെ കിട്ടുന്നതായിട്ടുള്ള ആ കർണരസായനത്തെ അവിടുന്ന് ആസ്വദിച്ച് ശാവാസ്നുതസ്തനപയഃ ഗോവിന്ദമാത്മനി ദൃശാശ്രുകലാസ്പൃശന്ധ്യ. തള്ളപ്പൈക്കൾ എങ്ങനെയാണ്? തള്ളപ്പൈക്കള് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വേണുഗാനം കേൾക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ പുല്ല് ഒന്ന് ചവയ്ക്കാൻ പോലും മറന്നു പോയിക്കൊണ്ട് നേരെ കണ്ണന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാ തന്റെ വിശപ്പ് കൊണ്ടാണ് പുല്ല് തിന്നുന്നതെന്നുള്ളൊരു വിശപ്പ് പോലും അവിടെ കിട്ടുന്നില്ല, അറിയുന്നില്ല. പശുക്കുട്ടികളോ വത്സ അല്ലെ, എങ്ങനെ പശുക്കുട്ടികൾ എങ്ങനെയാണ്? ആ
തള്ളപ്പശുവിന്റെ അടുത്ത് നിന്ന് മുട്ടി 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 അല്ലെ സ്തന്യപാനം ചെയ്തുകൊണ്ടിരുന്ന പശുക്കുട്ടികള് അമ്മ ചുരത്തുന്നതായിട്ടുള്ള പാലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും അത് കാണാതെ അതിനിങ്ങനെ കുടിക്കാൻ പോലും നോക്കാതെ ഭഗവാന്റെ മുഖത്തേക്ക് കിട്ടുന്നതായിട്ടുള്ള ആനന്ദം ഇതിലും വലിയൊരു അമൃതാണോ ഭഗവാൻ കൊടുക്കുന്നതെന്ന് തോന്നിപ്പോകും. അമ്മയുടെ നിന്ന് കിട്ടുന്ന മുലപ്പാലിനേക്കായാലും സ്വാദേറിയതായിട്ടുള്ള ഈ നേത്രാമൃതം അല്ലെ, നേത്രങ്ങളെ കൊണ്ടും കാതുകളെ കൊണ്ടും ഒക്കെ ആഹരിക്കുന്നതായിട്ടുള്ള ആ അമൃത് കിട്ടുമ്പോൾ പിന്നെ ഇതൊന്നും ഇവർക്ക് ഇതൊന്നും അറിയുന്ന പോലുമില്ല അവിടെ. അതിലുമൊക്കെ എത്രയോ 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 ഉയർന്നതാണ് ആ സാരൂപ്യാമൃതം അല്ലെ. ഭഗവാന്റെ ഗാനം നാദബ്രഹ്മമായിട്ടുള്ള കാതിലൂടെ കിട്ടുന്നതായിട്ടുള്ള ആ ഒരു കർണപീയൂഷം ഇതൊക്കെ കിട്ടുമ്പോഴേക്കും ഈ അമ്മയിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള സ്തന്യപാനമോ അല്ലെങ്കിൽ ഈ കഴിക്കുന്നതായിട്ടുള്ള പുൽത്തളിരുകളോ ഇതൊന്നും അല്ലാന്ന് പറയാണ് അവിടെ. പ്രായോ ബദാംബ വിഹഗാമുനയോ വനേസ്മിൻ കൃഷ്ണേക്ഷിതം തദുദിതം കളവേണുഗീതം ആരുഹ്യേ ദ്രുമഭുജാൻ രുചിര പ്രവാളാൻ ശൃണ്വന്ത്യമീലിതദൃശോ വിഗതാന്യവാച. അവിടെ അത്ഭുതമായിട്ട് പറയുകയാണ്. അവിടെ എന്താണ്, ഈ കാട്ടിലെ പക്ഷികൾ മുഴുവൻ വിഹഗാഹ പക്ഷികള് അധിക പക്ഷികളും അധികം പേരും കണ്ടു കഴിഞ്ഞാല് പ്രായോ ബദാംബ വിഹഗ മുനയോ വനേസ്മിൻ, ഈ പക്ഷികളൊക്കെ മുനികളാണോ എന്നൊരു സംശയം തോന്നുകയാണ് എല്ലാവർക്കും. ഗോപികമാര് പറയാണ് ആ വൃക്ഷത്തിലൊക്കെ ഇരിക്കുന്ന പക്ഷികളൊക്കെ മുനിയാണോ, എങ്ങനെയാണോ ഈ അല്ലെ ബഗം കൊക്ക് ധ്യാനത്തിൽ ഇരിക്കുന്നത് പോലെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുരുവികളും അതുപോലെ തന്നെ മരംകൊത്തിയും അതുപോലെ തത്ത പോലെയുള്ള പക്ഷികള് ഇങ്ങനെ സദാസമയവും ഈ എന്താണ് നാവിന് റെസ്റ്റ് ഇല്ലാതെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുരുവിലെ പക്ഷികളും ഒക്കെ അവരൊക്കെ ഇപ്പൊ മൗനിയായിട്ടിരിക്കുന്നു. അവരൊക്കെ ഭഗവാന്റെ വേണുഗാനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ നാവടഞ്ഞോടെ അവരതിലേക്ക് ശ്രദ്ധ വന്നു. അവരുടെ പോലും ധർമ്മത്തെ പോലും അവർ മറന്നുപോയി എന്ന് പറയുകയാണ് അവിടെ. അങ്ങനെയുള്ള ആ പക്ഷികള് ഇവരൊക്കെ യഥാർത്ഥത്തിൽ മഹർഷീശ്വരന്മാരായിരിക്കണം. ഇവരൊക്കെ ആ എന്താണ് മരത്തിന്റെ ഓരോരോ ചില്ലുകളിൽ ഇരുന്ന് ധ്യാനിക്കുന്നതായിട്ട് തോന്നുന്നു. അങ്ങനെ ആ കൃഷ്ണനെ കാണുമാറ് ആ വൃക്ഷങ്ങളുടെ ഉയർന്നതും അതുപോലെ തന്നെ തളിരിലകള് നിറഞ്ഞതുമായിട്ടുള്ള ആ കൊമ്പുകളിലൊക്കെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാരെ പോലെ ധ്യാനിച്ചിരിക്കുന്നതായിട്ടുള്ള പക്ഷികളെ കാണാൻ സാധിക്കുന്നു. നോക്കൂ, ഒരു പക്ഷികൾക്ക് പോലും അവർക്ക് പോലും ഈ ഒരു യോഗ സാധനയിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ വേണുഗാനത്തെ ഋഷീശ്വരന്മാർക്ക് മാത്രമല്ല ഈ ഋഷീശ്വരന്മാരെ പോലെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ വേണുഗാനം സാധിക്കുന്നുവെങ്കിൽ അങ്ങനെ വേറെ ഒരു ശബ്ദവും ആ തൻ്റെ കാതുകളിലേക്ക് കടത്തിവിടാതെ മനസ്സിരുത്തിക്കൊണ്ട് ആ വേണുഗാനത്തെ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള പക്ഷികളെ അവിടുന്ന് കാണാൻ സാധിക്കുന്നു. ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ശരിക്ക് നിഗമകൽപതരോർഗളിതം ഫലം അല്ലേ? ഭാഗവതത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് ഈ വൃക്ഷങ്ങളൊക്കെ എന്താണ് യഥാർത്ഥത്തില് വൃക്ഷങ്ങളൊക്കെ വേദമാണ് വൃക്ഷങ്ങള്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആ ഇളം അല്ലെ തളിരുകള്, ആ തളിരുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക് വൃക്ഷത്തിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള അല്ലെ വേദങ്ങളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള കർമ്മഫലങ്ങളാണത്. ആ തളിര് കൊണ്ട് നമ്മുടെ മനസ്സിനുണ്ടാകുന്നതായിട്ടുള്ള സന്തോഷം അതായിരിക്കണം നമ്മളുടെയും കർമ്മഫലത്തിൽ നിന്നുണ്ടാവേണ്ടത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക. വൃക്ഷങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതായിട്ടുള്ള ആ ഫലത്തിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള ഒരു മാധുര്യം, പഴങ്ങളിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള മാധുര്യം അല്ലെ, ഇലകളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു തളിരിലകള്, പിന്നെയോ ആ പൂക്കളിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള മാധുര്യമേറിയതായിട്ടുള്ള പൂന്തേൻ, ഇതൊക്കെയാണ് യഥാർത്ഥത്തില് നമ്മളും ഈ വേദമാകുന്ന വൃക്ഷങ്ങളിൽ നിന്നും കാണിച്ചു തരുന്നതായിട്ടുള്ള ഓരോരോ കർമ്മഫലങ്ങളാണ് എങ്കിൽ നമ്മളും അതുപോലെ തന്നെ ഈ വൃക്ഷങ്ങളെ പോലെ തന്നെ നമ്മളുടെ കർമ്മങ്ങളും മറ്റുള്ളവർക്ക് പൂന്തേനായിട്ട് മാറാൻ സാധിക്കണം. മറ്റുള്ളവർക്ക് തളിരില പോലെയായിട്ട് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കണം. അവർക്ക് മാധുര്യമാവണം നമ്മളുടെ വാക്ക് അല്ലേ? ഇത് മൂന്നും എന്താണ്? മനസ്സ്, വാക്ക്, പ്രവൃത്തി, ഇത് മൂന്നും മാധുര്യമുള്ളതായി മാറണം എന്നുള്ളത് ആ വൃക്ഷങ്ങൾ പഠിപ്പിക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും വൃന്ദാവനത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ.
അങ്ങനെ ആ കർമ്മഫലങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഭക്തി മാർഗം മാത്രം അവലംബിക്കുകയാണ് വേണ്ടത്. അനുഭവിക്കുന്നത് നാദബ്രഹ്മമായിട്ടുള്ള ആ വേണുഗാനത്തിലൂടെ ഭക്തി ഭാവത്തിലേക്ക് വൃക്ഷങ്ങളും പക്ഷികളും പശുക്കളും എല്ലാവരും എത്തുന്നതായിട്ടുള്ള രംഗത്തെ കാണാൻ സാധിക്കുന്നു. ഹേ ഗോപികമാരെ, പിന്നീട് പറഞ്ഞു, നദ്യസ്തദാ തതുപധാര്യ മുകുന്ദഗീതം ആവർത്തലക്ഷിത മനോഭവ ഭഗ്നവേഗ ആലിംഗന ആലിംഗന സ്ഥഗിതമൂർമി ഭുജൈർമുരാരേർ ഗൃഹന്തി പാദയുഗളം കമലോപഹാര. ഇനി ഇവര് മാത്രമാണോ? അല്ലെ, ചരമായിട്ടുള്ള വസ്തുക്കളും ചരമല്ലാത്ത വസ്തുക്കളും ഒക്കെ ഭഗവാന്റെ തന്നെയാണ്. ഭഗവാനോട് വ്യത്യാസമില്ല. നദികൾ വന്നു, നദികൾ കുത്തിയൊലിച്ചതായിട്ടുള്ള നദികൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാന്റെ വേണുഗാനം കേട്ടതോടുകൂടി ഈ നദിയുടെ ഒഴുക്ക് നിർത്താൻ അവർ തയ്യാറാകുന്നില്ല. കാരണം എന്താണ്? അത് അവരുടെ ധർമ്മമാണ് നദിയുടെ ഒഴുക്ക്. എന്നാൽ ഒഴുക്കിനൊരു മാറ്റം വന്നു. എങ്ങനെയാ മാറ്റം വന്നത്? അതവിടെ നേരെ ഒഴുകുന്നതിന് പകരം ആ വേണുഗാനം കേൾക്കുവാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് ചുറ്റും ആ വട്ടത്തിൽ അങ്ങോട്ട് ഒഴുകുവാൻ തയ്യാറായി എന്ന് പറയാണ്. ഈ ഒരു മന്മഥ വിവശകളായിക്കൊണ്ട് നദികള്, യമുന, അല്ലെ, കാളിന്തി ഇപ്പൊ തന്നെ ഭഗവാനോടൊരു അനുരാഗത്തെ കാണിക്കുകയാണോ എന്ന് സംശയമുണ്ട്. ഇല്ലേ, സാധാരണ ഈ സ്ത്രീകൾക്കൊക്കെ ലജ്ജ വന്നു കഴിഞ്ഞാല് അവര് കാലുകൊണ്ട് ഇങ്ങനെ ചേന വരയ്ക്കും, വട്ടത്തിൽ ഇങ്ങനെ ചേന വരയ്ക്കും എന്നതുപോലെയാണ് കാളിന്തി ദേവി, യമുനാദേവി ഇപ്പതാ ആ ലജ്ജ കൊണ്ട് തന്റെ അനുരാഗം ഭഗവാനെ പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയാണോ എന്ന് നമുക്ക് സംശയമായിത്തോളും. സൂര്യപുത്രിയായിട്ടുള്ള കാളിന്തിയെ ഇനി ഭഗവാൻ, അല്ലെ, സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലുണ്ട്. അത് ഇപ്പോഴേ ഒരു അനുരാഗത്തിന് ഭാഗമായോ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ മന്മഥ വിവശകളായിക്കൊണ്ട് അവരുടെ ഗതിവേഗത്തെയൊക്കെ കുറച്ചുകൊണ്ട് അവിടെ തന്നെ ചുറ്റുമായിക്കൊണ്ട് ആ ഭഗവാന്റെ രൂപത്തെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ഒക്കെ അങ്ങനെ ആ ആ നദിയുടെ നടുക്കങ്ങോട്ട് വന്ന ഒഴുക്കിനനുസരിച്ച് ആ നടുക്കോട്ടായി കഴിയുമ്പോഴത്തേക്ക് എന്തായി, ഈ തിരകൾ മുഴുവൻ കരയിലേക്ക് അങ്ങോട്ട് അടിയാൻ തുടങ്ങി. അങ്ങനെ കരയിലേക്ക് അടിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അവരുടേതായിട്ടുള്ള രോമാഞ്ചങ്ങളെ മുഴുവൻ, ആ നദിയുടെ രോമാഞ്ചം എന്താണ് ശരിക്ക്? താമരമൊട്ടുകള്, അല്ലെ, ആ താമരമൊട്ടുകള് വിടർന്ന് കമലോപഹാരി, ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഒരു ഉപഹാരം എന്നുള്ള രീതിയിൽ അവിടുത്തെ ആ കൂട്ടത്തിൽ ആ താമരപ്പൂക്കളെ എല്ലാം ഭഗവാന് തിരുമുൽ കാഴ്ചയായിക്കൊണ്ട് അവിടെ സമർപ്പിച്ചു എന്ന് പറയാണ്. അപ്പൊ നദികള് തന്റെ രോമാഞ്ചം, തനിക്ക് ഉണ്ടായതായിട്ടുള്ള ആ ഒരു സന്തോഷത്തെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് അവിടെ സമർപ്പിക്കുന്നു, താമരമുട്ടുകളെ കൊണ്ട്, താമരപ്പൂക്കളെ കൊണ്ട്. അപ്പൊ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്ന സമയത്ത് താമരകളെല്ലാം കൂടി ഒരുമിച്ച് കൂടി കരയ്ക്ക് അടിയുന്ന സമയത്ത് ഭഗവാന്റെ പാദങ്ങളിലേക്ക് വന്നു വീഴുന്നു. പിന്നെയോ, ദൃഷ്ട്വാ തപേ വ്രജപശൂൻ സഹ രാമ ഗോപൈ സഞ്ചാരയന്തമനുവേണുമുദീരയന്തം പ്രേമ പ്രവൃദ്ധ ഉദിത കുസുമാവലീഭി സഖ്യുർവ്യഥാൽ സ്വപുഷാംബുദ ആതപത്രം ദൃഷ്ട്വാ തപേ വ്രജപശൂൻ സഹ രാമ ഗോപൈ. ആ ബലരാമസ്വാമിയോടും അതുപോലെ ഗോപന്മാരോടും കൂടി കണ്ണൻ മേയ്ക്കുന്നതായിട്ടുള്ള പശുക്കളെ പുറകെ ഇങ്ങനെ നടന്ന് അവരിതാ ആ ഭഗവാൻ ഓടക്കുഴലും ഊതിക്കൊണ്ട് ഗംഭീരമായിട്ടുള്ള പൊരി വെയിലത്താണ് വരുന്നത്. അപ്പൊ വെയിലിന്റെ ചൂടിൽ നിന്നും, ആ വെയിലിന്റെ ചൂട് അങ്ങോട്ട് വരുന്നതോടുകൂടി ജലാശയങ്ങളൊക്കെ ചൂടാവുന്നു. ആ ജലാശയങ്ങളിൽ നിന്നും നീരാവിയായിട്ട് ആ തണുപ്പിനെ അവിടുന്ന് ആവാഹിച്ചെടുത്ത് മേഘം ഭഗവാന് ഒരു ഉറ്റ ചങ്ങാതി എന്നുള്ള രീതി. എങ്ങനെയാണ് ഭഗവാൻ മേഘം ഭഗവാന്റെ ഉറ്റ ചങ്ങാതിയാകുന്നത്? രണ്ടുപേരുടെയും കളർ ഒന്നാണ്, അല്ലെ? ഭഗവാന്റെ നിറത്തോട് കാർമേഘത്തോടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു ചങ്ങാതിത്വം കൊണ്ടാണോ എന്നറിയില്ല, ആ വെയിലിൽ നിന്ന് ഒരു ശമനമായിക്കൊണ്ട് മേഘം അവിടെ കുടയായിക്കൊണ്ട് ആതപത്രം സഖ്യുർവ്യഥാൽ സ്വപുഷാംബുദ ആതപത്രം. നോക്കൂ, പ്രകൃതിയിലുള്ള ഏത് വസ്തുക്കളും ഭഗവാന്റെ ആ അടുത്തേക്ക്, ഭഗവാനിലേക്ക് ആകർഷിക്കുന്നതായിട്ടുള്ള രംഗങ്ങളെ കാണാൻ സാധിക്കും. ഇവിടെ മേഘം പറയാണ് എന്റെ ചങ്ങാതി, അല്ലെ, വെയിൽ കൊള്ളരുത് എന്നുള്ള ഒരു ഭാവത്തില് അവിടെ ആ സൂര്യരശ്മികളെ തടഞ്ഞു നിർത്തിക്കൊണ്ട്
ആ കാർമേഘം ഭഗവാൻ ഇതാ ആതപത്രമായിക്കൊണ്ട് കൊടയായിക്കൊണ്ട് വന്ന് നിൽക്കുന്നത് കാണാം. ഹേ ഗോപികമാരെ, അപ്പൊ ഈ കാണുന്നതെല്ലാം അപ്പം ആ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഓരോരുത്തരും ഓരോരോ അവസ്ഥയിലാണ് ഇതിനെ കാണുന്നത്. എന്നാ ഇവർക്കൊക്കെ ഇതിനെയൊക്കെ വേറെ തിരിച്ചു ചിന്തിക്കാൻ സാധിക്കില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പുഴുവായാലും ഒരു ഇറുമ്പായാലും ഇനി ഒരു അസുരന്മാരാണെങ്കിൽ പോലും എന്താണ് അവരുടെ മനസ്സിൽ ഈ ഒരു ഭാവങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഭക്തിയുടെ ഭാവങ്ങളാണ്. അപ്പൊ മേഘമായിക്കോട്ടെ, പക്ഷിയായിക്കോട്ടെ, വൃക്ഷമായിക്കോട്ടെ, ഒക്കെ ആ ഭഗവാന് അല്ലെ സമർപ്പിക്കുന്ന രീതിയിലേക്ക്, ആത്മനിവേദനം എന്നുള്ള രീതിയിലേക്ക് പ്രേമഭാവത്തോടു കൂടി നിൽക്കുന്നതായിട്ടുള്ള രംഗങ്ങളെയാണ് അവിടുന്ന് കാണാൻ അവർക്ക് സാധിക്കുന്നത്. എന്തേ അങ്ങനെ കാണാൻ സാധിക്കുന്നത്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇല്ലെ, നമ്മൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് എന്റെ ലോകം എനിക്ക് സുഖമായിട്ട് എനിക്ക് കാണാൻ സാധിക്കണം. അല്ലെ, നമുക്ക് കാണുന്ന ചിത്രങ്ങള് നമുക്ക് ഇഷ്ടപ്പെടണം നിർബന്ധമില്ല, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണം നിർബന്ധമില്ല. പക്ഷെ ഇവിടെ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം എന്താണ്, എല്ലാവരും കണ്ണന്റെ മക്കളാണ്, അല്ലെങ്കിൽ കണ്ണന്റെ ആണ് ഈ പറഞ്ഞതായിട്ടുള്ള സർവ്വചരാചരങ്ങളും. അതിൽ ഉപരി എന്താണ്, കണ്ണനാണ് ഈ ചരാചരങ്ങൾ മുഴുവൻ എന്നുള്ളൊരു ഭാവത്തിലേക്ക് എത്തുന്ന ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം വൃക്ഷങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, മാനായിക്കോട്ടെ, മയിലായിക്കോട്ടെ, അല്ലെ, ആരായാലും അതൊക്കെ കണ്ണനാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ കണ്ണന്റെ താഴെ നിൽക്കാനേ അവർക്ക് സാധിക്കുന്നുള്ളൂ. ഒരു ഓടക്കുഴലിന് താഴെ നിൽക്കാൻ തോന്നുക, ഒരു അല്ലെ, ആ വൃന്ദാവനത്തിലെ ആ എന്താണ് ഭഗവാന്റെ തൃപ്പാദങ്ങളുടെ സ്പർശമേറ്റതായിട്ടുള്ള ആ പുൽക്കൊടിക്ക് ഉള്ള ഭാഗ്യം പോലും അവര് പറയുകയാണ്, അവരുടെ അതിൽ പോലും താഴെയാണ് ഞങ്ങള്. അപ്പൊ ഇനി ഈ ഒരു ഉത്തമമായിട്ടുള്ള ഒരു ഭക്തിയുടെ നിറകുടമായിട്ടുള്ള ഗോപികമാരുടെ ആ പാദങ്ങളിൽ പറ്റിപ്പിടിച്ചതായിട്ടുള്ള ആ പാദരേണുക്കളെ ഇനിതാ നമസ്കരിക്കുവാൻ വേണ്ടി വരുന്നു ഉദ്ധവൻ. ബൃഹസ്പതിയുടെ ശിഷ്യനായിട്ടുള്ള ഭഗവാന്റെ ഏറ്റവും ഭക്തോത്തമനായിട്ടുള്ള ഉദ്ധവൻ ദാനി ഈ പറഞ്ഞതായിട്ടുള്ള ഗോപികമാരുടെ പാദരേണുക്കളെ നമസ്കരിക്കാൻ വരുന്ന രംഗം. ഇതാണ് യഥാർത്ഥത്തില് ഭക്തിയുടെ തലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ. എത്ര കണ്ട് നമ്മൾ താഴെ ചെല്ലുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ഒരു ആനന്ദം, അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു ഭക്തി ഈശ്വരനെ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നത് എന്ന് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ മേഘങ്ങളെ പോലും അവിടെ ഭഗവാന്റെ സുഹൃത്തായിട്ട് കണ്ടു. ഭഗവാന്റെ സുഹൃത്തായി കണ്ടുകൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് അല്ലെ കൊടപിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മേഘങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു തലത്തിലൂടെയൊക്കെ ചിന്തിക്കാൻ നമുക്ക് ഭക്തന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിറഞ്ഞ എല്ലാവരുടെ ഉള്ളിലുള്ള ആ ഒരു ഈശ്വരഭാവത്തെ കാണുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയാണ്. ഇനിയുള്ള ബാക്കി 3-4 ശ്ലോകങ്ങളും കൂടെ അത് നമുക്ക് നാളെ അത് അനുസ്മരിക്കാം. ഇന്നിപ്പോ നമുക്ക് ആ പാരായണത്തിലേക്ക് കിടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.